നമസ്കാരം. പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേര് നിർദ്ദേശിച്ചതായി റിപ്പോർട്ട്. തൃണമൂൽ കോൺഗ്രസ് നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ വെച്ചാണ് മമത ഖാർഗെയുടെ പേര് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതെന്ന് NDTV റിപ്പോർട്ട് ചെയ്തു. BJPയെ ഒറ്റക്കെട്ടായി നേരിടാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ഡൽഹിയിൽ ചേർന്ന ഇന്ത്യ മുന്നണി സഖ്യത്തിന്റെ നിർണായക യോഗത്തിലാണ് മമത നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി തീരുമാനിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ മമത ഏവരെയും ഞെട്ടിച്ചാണ് ഖാർഗെയുടെ പേര് മുന്നോട്ട് വെച്ചത്. ഇന്ത്യ സഖ്യം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെ മത്സരത്തിനിറങ്ങുമെന്നായിരുന്നു മമതയുടെ കഴിഞ്ഞ ദിവസത്തെ പരാമർശം. പ്രതിപക്ഷത്തെ പ്രമുഖ ദളിത് മുഖമായ ഖാർഗെയ്ക്ക് യോഗത്തിൽ വ്യാപക പിന്തുണയും ലഭിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി മേധാവിയുമായ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്ത പ്രതിപക്ഷ കക്ഷികളിൽ 12 പേർ നിർദ്ദേശത്തെ പിന്തുണച്ചുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ നിർദ്ദേശം നിഷേധിച്ച ഖാർഗെ അധസ്ഥിതർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മാത്രമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞു. സീറ്റ് വിഭജന ചർച്ചകൾ ജനുവരി 1 പൂർത്തിയാക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളെല്ലാവരും ആവശ്യപ്പെട്ടു. എന്നാൽ മമതയുടെ നിർദ്ദേശത്തെ ഖാർഗെ നിരസിച്ചിരിക്കുകയാണ്. താൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവാനില്ലെന്നാണ് ഖാർഗെ സഖ്യത്തെ അറിയിച്ചിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സീറ്റ് വിഭജനം, സംയുക്ത പ്രചാരണത്തിന്റെ രൂപരേഖ, തിരഞ്ഞെടുപ്പിൽ BJPയെ നേരിടാനുള്ള തന്ത്രം എന്നിവ ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇന്ത്യ മുന്നണി യോഗം ചേർന്നത്. മുന്നണിയുടെ 4ാമത്തെ യോഗമാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സംയുക്ത പ്രചാരണം ജനുവരി 30 ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. BJP പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രതിപക്ഷ നിരയിൽ എല്ലാവരും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ താല്പര്യമുള്ളവരാണെന്ന് BJP ആരോപിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഏറ്റവും നല്ല മാർഗം ഒരു സ്ഥാനാർത്ഥിയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ്. എന്നാൽ ഇത് മോദിയും ഖാർഗെയും തമ്മിലുള്ള മത്സരമായി വ്യാഖ്യാനിക്കപ്പെടാം. അത് സഖ്യത്തിന് തിരിച്ചടിയാവാനും സാധ്യതയുണ്ട്. നേരത്തെ മോദിയും രാഹുലും തമ്മിലുള്ള ഈ താരതമ്യം കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരുന്നു. അതുപോലൊരു തിരിച്ചടി ഇന്ത്യ സഖ്യത്തിനും സംഭവിച്ചേക്കാം. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയുണ്ടായ ശേഷം ഇതാദ്യമായാണ് സഖ്യത്തിന്റെ യോഗം ചേരുന്നത്. കഴിഞ്ഞ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്നുള്ള രാംനാഥ് കോവിന്ദിനും ദ്രൗപദി മുർമുവിനും എതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയതിന് ഭരണകക്ഷിയായ BJPയിൽ നിന്ന് പ്രതിപക്ഷം രൂക്ഷമായ വിമർശനം നേരിട്ടിരുന്നു. കോൺഗ്രസും മറ്റു പാർട്ടികളും ദളിതർക്കും ആദിവാസികൾക്കും എതിരാണെന്നാണ് BJP ആരോപിച്ചത്. ഇതിനെ മറികടക്കാനാണ് ഖാർഗെ കൊണ്ടുവരുന്നതെന്നാണ് നിഗമനം. മികച്ച ഭൂരിപക്ഷത്തിൽ മുന്നണി ജയിക്കുക എന്നതാണ് പ്രധാന കാര്യം. അതിനുശേഷം ജനാധിപത്യപരമായ രീതിയിൽ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കട്ടെ എന്ന് ഖാർഗെ പറഞ്ഞു. MP-മാർ ഇല്ലെങ്കിൽ പ്രധാനമന്ത്രിയെക്കുറിച്ച് സംസാരിച്ചിട്ട് എന്ത് പ്രയോജനം? നമ്മൾ ആദ്യം ഒറ്റക്കെട്ടായി പോരാടി ഭൂരിപക്ഷം കൊണ്ടുവരാൻ ശ്രമിക്കണം. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നിർദ്ദേശം സംബന്ധിച്ച് വാർത്താസമ്മേളനത്തിൽ ഖാർഗെ പറഞ്ഞു. യോഗത്തിൽ 28 കക്ഷികൾ പങ്കെടുത്തുവെന്ന് വാർത്താസമ്മേളനത്തിൽ ഖാർഗെ പറഞ്ഞു. സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചെങ്കിലും ഈ വർഷാവസാനത്തോടെ പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ സീറ്റ് പങ്കിടൽ പദ്ധതിക്ക് അന്തിമ രൂപം നൽകണമെന്ന് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞു. BJPയുമായി നേരിട്ട് മത്സരിക്കുന്ന 300 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കണമെന്നും മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം പാർലമെന്റിൽ നിന്ന് MP-മാരെ സസ്പെൻഡ് ചെയ്തതിനെതിരെ പ്രതിപക്ഷ സഖ്യം ഡിസംബർ 22 പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഖാർഗെ അറിയിച്ചു. മുതിർന്ന നേതാക്കളായ ശരത് യാദവ്, ലാലു യാദവ്, നിതീഷ് കുമാർ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, MK സ്റ്റാലിൻ, അഖിലേഷ് യാദവ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു.